ബെന്നി ബെന്നി നീ വന്നേ വാ ഇവിടെ ഇരിയടാ ഇവിടെ എന്തായിരുന്നു പരിപാടി എന്ത് മോനെ ബെന്നി ഞാനൊന്നും അറിയുന്നില്ലാന്ന് നീ വിചാരിക്കരുത് മേളിൽ നിന്ന് രണ്ടുപേരും കൂടെ കഥകളിയുടെ മുദ്രയൊക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ദേ നീ വന്നന്ന് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞേ അപ്പുറത്തുകാരോട് അധികം അടുപ്പത്തിന് നിൽക്കരുതെന്ന് പിന്നെ ആ പെങ്കൊച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞേ പഴയ പരിചയം പുതുക്കാൻ നിൽക്കരുതെന്ന് ശരിയല്ലേ എന്റെ ചേച്ചി പരിചയമുള്ളവരോട് പരിചയമില്ലാന്ന് നമ്മൾ എങ്ങനെ കാണിക്കും ആഹാ ബാക്കിയുള്ളവരുടെ കാര്യം ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇത് ഞാൻ സമ്മതിക്കത്തില്ല അതിനിവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ എടാ ഞാൻ എല്ലാം കണ്ട് അതാ ഞാൻ പറഞ്ഞത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് ചേച്ചി എന്തോ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് കേട്ടോ അയ്യോ തെറ്റിദ്ധരിക്കാൻ ഞാൻ ഉള്ള കൊച്ചല്ലേ മോനെ ബെന്നി നിന്റെ ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാ ഈ ആലീസ് ചേച്ചി ഇവിടെ വരെ എത്തിയത് ഈ പ്രായത്തിലുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും എന്തൊക്കെ ചെയ്യും പറയുമെന്നൊക്കെ എനിക്ക് നല്ല പോലെ അറിയാം എന്നാടി ആലീസ് എത്ര നേരം ഈ കലവില കലവിലാന്ന് പറഞ്ഞിട്ട് നിനക്കൊന്ന് നിർത്തിക്കൂടെ ഇപ്പൊ ഞാനാണ് കലവില ഇച്ചാനാണ് കലവില ഇച്ചാന്റെ കലവിലൊന്ന് ആദ്യം നിർത്താവോ ഇപ്പൊ അങ്ങനെയായോ ഇച്ചായ ഇവനോട് ഞാൻ ഇന്നലെ പറഞ്ഞൊക്കെ ഇച്ചായൻ കേട്ടതല്ലേ എന്നിട്ട് ഇന്നും ആ പെണ്ണിന്റെ അടുത്ത് ഇവനുണ്ടല്ലോ കയ്യും കണ്ണും ഒക്കെ കാണിക്കാൻ പോയേക്കുന്നു എന്റെ അളിയ ചേച്ചി ഈ പറയുന്ന പോലൊന്നും അല്ല കാര്യങ്ങള് ഞാനും മീനും തമ്മിൽ എത്ര കാലമായിട്ടുള്ള ബന്ധമെന്നറിയും അപ്പൊ പിന്നെ കുറച്ച് മിണ്ടിയെന്നും പറഞ്ഞ് നോക്കി ഇരിക്കും അല്ലാതെ വെറുതെ ചുമ്മാ അല്ല നിങ്ങൾക്കൊക്കെ ഇത് എന്തിന്റെ പ്രശ്നം എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക ഡേ ചേച്ചി ഒരു കാര്യം ഞാൻ പറയാം എന്റെ പിന്നാലെ ഇങ്ങനെ നടന്ന് ഓരോന്ന് പറയാം ഞാൻ ഇള്ള കുഞ്ഞൊന്നും അല്ല എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം എനിക്ക് പിന്നെ കാണാൻ പാടില്ല ഞാൻ എന്നെ വർത്താനം പറയാനാ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതാ ഇപ്പോഴത്തെ പിള്ളേരുടെ രീതികളൊക്കെ വേറെയാണ് എടി അവർക്ക് അവരുടെ പിന്നാലെ നടക്കുന്നതൊന്നും ഇഷ്ടമല്ല അവർക്ക് അവരുടെ സ്പേസ് വേണം അവർക്ക് വിശ്വസിക്കാൻ എയർ വേണം ഇച്ചാന്റെ ബന്ധുക്കാരായിരുന്നെങ്കിൽ ഈ സ്പേസും എയറിന്റെ കാര്യമൊക്കെ പറയുമായിരുന്നോ ആരാണെങ്കിലും ഞാൻ പറയാം ഒന്നുമല്ല ഇതിപ്പോ എന്റെ അനിയനായി പോയില്ലേ അവൻ അതല്ലേ ഇച്ചാൻ ഇത്ര ഉപേക്ഷ വിചാരിക്കുന്നത് ആലിസ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒന്നും പറയണ്ട എന്തെങ്കിലും ഒപ്പിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ഞാൻ തോപ്പിക്കാൻ ഇച്ചാനല്ല അവൻ ഞാൻ അവനെയും കൊല്ലും അവളെയും കൊല്ലും നോക്കിക്കോ നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്കും കൊള്ളാം ഇവൾ അവനെ കൂടെ പ്രാന്താക്കും പിന്നെ പ്രാന്ത കുടുംബമാണല്ലോ ഗുഡ് മോർണിംഗ് ചേച്ചി ഞാൻ നിന്നെ ഇപ്പൊ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു എന്ത് ഉറക്കോ പെണ്ണേ ഇത് നിന്റെ ചേട്ടനാണെങ്കിൽ നിസ്സാര കാര്യം മതി വഴക്കുണ്ടാക്കാൻ ഞാൻ എഴുന്നേറ്റ് കുറെ നേരം വെറുതെ മുകളിലിരിക്കുമായിരുന്നു നിനക്ക് ചായ എടുക്കട്ടെ കഴിക്കാൻ എന്താ ചേട്ടനെ ഇപ്പൊ ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ പുന്നാര അനീത്തിക്ക് എന്താ കഴിക്കാൻ കൊടുക്കുന്നേന്ന് അതേ കഴിക്കാനുള്ളതൊക്കെ സമയമാകുമ്പോ ഡൈനിങ് ടേബിളിൽ എത്തും മതി ഗുഡ് മോർണിംഗ് ഏട്ടാ മീനാക്ഷി ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളോ ഞാനിട്ട് കുറച്ചു നേരമായി എന്നിട്ട് എന്താ നീ താഴോട്ട് വരാത്ത ഞാൻ വെറുതെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അതെ ഞാനൊരു കാര്യം പറയാം നീ സിവിൽ സർവീസിന് പഠിക്കുന്ന ഒരു കുട്ടിയാ മാത്രമല്ല പേരും പെരുമയുള്ള ഒരു തറവാട്ടിലെ കുട്ടിയാ അതൊന്നും മറന്ന് നീ പ്രവർത്തിക്കരുത് അതിന് ഞാനിപ്പോ എന്ത് ചെയ്തെന്ന് ഏട്ടൻ നീ പറയുന്നേ അതെ നമുക്ക് പറ്റുന്നവരുമായിട്ടുള്ള ബന്ധങ്ങൾ മതി അല്ലാതെ ഉള്ളവരുമായിട്ട് അടുപ്പം കൂടിയാണ്ടല്ലോ അത് ദോഷം ചെയ്യും അതെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയും എന്തിനാ ഇങ്ങനെ വളച്ചേട്ടുന്നേ അതെ ഏട്ടനൊരു പോലീസുകാരനാ അതുകൊണ്ട് പറയാ ഈ ആണുങ്ങളെയൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ കൊള്ളത്തില്ല പെണ്ണുങ്ങളെ വലയിലാക്കാൻ വേണ്ടി അവർ പല നമ്പറും ഇറക്കും സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ചേച്ചി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേച്ചി എങ്ങനെ ഈ ഏട്ടനെ സഹിക്കുന്നു
എന്താ പറയാത്തത്? ആലിസേ, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം നീ സമാധാനത്തോട് വേണം കേൾക്കാനായിട്ട്. ഇതിനെ നമ്മൾ അവധാനപൂർവ്വം വേണം സമീപിക്കാൻ. എന്തുവാ അവധാനം എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനത്തോടെ തന്നെ ആലോചിച്ച് ചിന്തിച്ച് വേണം ഇതിനെ സമീപിക്കാൻ. എന്റെ പൊന്നിച്ചായ, ഇച്ചായന്റെ ഈ സാഹിത്യമൊന്നും കേൾക്കാൻ എനിക്ക് സമയമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ മനുഷ്യന് മനസ്സിലാവുന്ന പോലെ പറയാം. അതായത് ആശുപത്രിയിലെ സദാശിവൻ ചേട്ടനില്ലേ, സദാശിവൻ ചേട്ടൻ ഇന്ന് ബെന്നിയെ ടൗണിൽ വെച്ച് കണ്ടായിരുന്നേ. ആ, അപ്പോൾ അവന് ഐസ്ക്രീം പാർലറിൽ നിന്ന് ഇറങ്ങി വരുമായിരുന്നു. കൂടെ ഒരു പെണ്ണും ഉണ്ടായിരുന്നു. ആ സദാശിവൻ ചേട്ടൻ പറഞ്ഞ ലക്ഷണം വെച്ച് നോക്കുമ്പോഴേ ഇവിടുത്തെ മീനാക്ഷി ആവാനാണ് സാധ്യത. ഇതാണ് ഞാൻ പറഞ്ഞ അവധാനപൂർവ്വം വേണം ഈ കാര്യത്തെ സമീപിക്കാൻ. പറയാം, നീ ബഹളം വെച്ച നോട്ടുകാരറിഞ്ഞ നാണക്കേടാണ്. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഇച്ചായൻ പറഞ്ഞു കേട്ടിട്ട് വായി മൂടിക്കെട്ടി ഏതെങ്കിലും ഒരു മൂല പോയിരിക്കണം? വേണ്ട. ഇച്ചായനോട് ഞാൻ രാവിലെ പറഞ്ഞതാണ് അവനും അവളും തമ്മിൽ എന്തോ ഉണ്ടെന്ന്. അപ്പൊ ഇച്ചായൻ അവന്റെ പക്ഷം പിടിച്ച്. എന്റെ ഭർത്താവെ, ഞാൻ ഇനി മേരി ആന്റിയോട് എന്ത് പറയും? അവര് പറയത്തില്ല എന്റെ നോട്ടക്കുറവ് വരുന്നെന്ന്. നിന്റെ നോട്ടക്കുറവ് എങ്ങനെയാകുന്നത്? അവൻ നമ്മുടെ മുന്നിൽ വെച്ചല്ലേ പറഞ്ഞത്. അവർ തമ്മിൽ ഡിഗ്രിക്ക് അറിയാവുന്നേ. അവർ സിനിമയ്ക്ക് പോവുമായിരുന്നു, ഐസ്ക്രീം പാർലറിൽ പോവുമായിരുന്നു. ഇത് നമ്മളിപ്പോൾ ചെയ്യേണ്ടത് എന്താന്ന് പറഞ്ഞാൽ സമാധാനപൂർവ്വം അവനോട് ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഒന്നുമില്ല, അവൻ ഇങ്ങോട്ട് വരട്ടെ, അവനെ ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എടി, നീ ബഹളം ഉണ്ടാക്കരുത്. ഇപ്പോഴത്തെ പിള്ളേരാണ്. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ വെട്ടൊന്നും മുറി രണ്ടെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ തിരിച്ചെന്തെങ്കിലും പറയും. എന്നാലും ഇച്ചായ, എടി, നമുക്ക് സമാധാനപരമായിട്ട് നമുക്ക് അവനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നീ ഒന്നും അറിഞ്ഞതായിട്ട് നടിക്കണ്ട. എന്റെ കർത്താവ്, ഏതാനും കഷ്ടമായി പോയല്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ ഇച്ചായ, നമുക്ക് അവനെ ഹോസ്റ്റലിലോട്ട് മാറ്റാം. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കിട്ടുമോ? എടി, ഇവിടെ ആകുമ്പോൾ നമ്മുടെ ഒരു നോട്ടം അവിടെ ഉണ്ടാവും. ഹോസ്റ്റലിൽ പോയാൽ അവൻ എന്നാ ചെയ്യുന്നതെന്ന് നമുക്ക് വല്ലതും അറിയാൻ പറ്റുമോ? അവളാണെങ്കിൽ ഇവിടെ ഉണ്ട്, അവനാണെങ്കിൽ ഹോസ്റ്റലിലും. അവർക്ക് തമ്മിൽ കാണാൻ എന്ത് എളുപ്പമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഡേ ഒച്ചേ, എൻ്റെ പൊന്നുമ്പോൾ സമാധാനമായിട്ടിരിക്കും. ഇച്ചായനൊരു പരിഹാരം കണ്ടിരിക്കും. എടി, ഈ ലോകത്ത് പരിഹാരമില്ലാത്ത പ്രശ്നം വല്ലതും ഉണ്ടോ? അച്ചി പശുവിനെ പ്രസവിപ്പിക്കുന്ന ഈ ഡോക്ടറോടാണോ കളി? പരിഹാരം ഞാൻ കണ്ടുതരാന്നേ. ആ, ഹലോ, ഞാൻ എത്ര നേരമായിട്ട് നിന്നെ വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്ത? ഇങ്ങോട്ടൊന്നും പറയണ്ട, മനുഷ്യൻ വിളിച്ച് മടുത്തു. എന്റെ പൊന്നു ബെന്നി, ഈ കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞ ശരിയാവില്ല. ഒന്നാമത് ഏട്ടന് നിന്നെ ഇഷ്ടമല്ല, അതിനിടയിലേ ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ ഇങ്ങോട്ട് വന്ന് ഏട്ടനോട് അത് പറയേ. എടാ പൊട്ടാ, ഈ കാര്യം നീയാണ് ഏട്ടനോട് വന്ന് ചോദിക്കേണ്ടത്. ആണുങ്ങളായ അങ്ങനെ വേണം. നീ വന്ന് ചോദിച്ചതിന് ശേഷം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇടപെടാം. കാര്യങ്ങളെല്ലാം ഞാൻ ഏട്ടനെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ഉഫ്, എന്റെ പൊന്നു ബെന്നി, നീ എന്താ ഇങ്ങനെ? നമ്മൾ സംശയിച്ച പോലെ തന്നെ സംഭവിച്ചു. ആ മീനാക്ഷിയുടെ മേലൊരു കണ്ണ് വേണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? അപ്പൊ നീ മൈൻഡ് ചെയ്തില്ലല്ലോ. ഇപ്പൊ എന്തായി? അവളും അപ്പുറത്തെ വീട്ടിലെ വായി നോക്കി ചെറുക്കനുമായിട്ട് പ്രേമമാണ്. സത്യം ആർച്ചേ, ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സത്യേട്ടാ, ഇങ്ങനെ സ്വന്തം അനിയത്തെ പറ്റി സത്യേട്ടൻ തന്നെ പരദൂഷണം പറയുകയാണോ? ആർച്ചേ, പരദൂഷണമല്ല. അവർ തമ്മിൽ പ്രേമമാണെന്നുള്ളതിന് എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എന്ത് തെളിവ്? ഇന്ന് കാലത്തെ ആ വരാന്ത് എന്ന് ഞാൻ കണ്ടത് ഒന്നാമത്തെ തെളിവ്. സ്വർണ്ണലത അവര് രണ്ടുപേരെയും വഴിയിൽ കണ്ടത് രണ്ടാമത്തെ തെളിവ്. അപ്പോഴാണ് അവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയെയും ഒരു പയ്യനെയും കണ്ടത്. സംശയം തോന്നി അവരുടെ കൂടുതൽ ഡീറ്റെയിലും പേരും ഒക്കെ അന്വേഷിച്ചപ്പോഴാണ് അത് അവര് തന്നെയാണെന്ന് ഉറപ്പായത്. ആര്? പയ്യന്റെ പേര് ബെന്നിയും പെൺകുട്ടിയുടെ പേര് മീനാക്ഷി എന്ന. കൂടുതൽ ചോദിച്ചറിഞ്ഞപ്പോഴാണ് അവര് പറഞ്ഞത് എസ്ഐയുടെ പെങ്ങളാണ് ഈ മീനാക്ഷി എന്നും മൃഗ ഡോക്ടറുടെ അളിയനാണ് ഈ ബെന്നി എന്നും. ഇപ്പോ അവൾ അവനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അത് മൂന്നാമത്തെ തെളിവ്. എന്റെ പൊന്നു ബെന്നി, ഈ കാര്യം ഞാൻ ഏട്ടനോട് പറഞ്ഞ ശരിയാവില്ല. ഒന്നാമത് ഏട്ടന് നിന്നെ ഇഷ്ടമല്ല, അതിനിടയിലേ ഈ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. പ്രേമം അല്ലെങ്കിൽ പിന്നെ എന്താ? അവനോട് ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കാനാ അവള് പറയണേ.
അവളെ വാക്കും കൊണ്ട് അവൻ ഇപ്പൊ ഇവിടെ വരും. ഇതൊക്കെ സത്യമാണോ സത്യേട്ടാ? പക്ഷേ മീനാക്ഷിയെ കുറിച്ച് ഞാൻ എന്തിനാ വേണ്ടാത്ത പറയണേ? അതെ, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി അവളോടൊന്ന് സംസാരിച്ചിട്ട് എങ്ങനെയെങ്കിലും ഇതൊന്ന് മാറ്റാൻ നോക്കാർച്ചേ. അയ്യോ ഞാനോ? സത്യേട്ടൻ തന്നെ പറഞ്ഞാ മതി. പക്ഷേ ഞാൻ ചേട്ടനല്ലേ, അനിയത്തോട് ചേട്ടൻ എങ്ങനെയാണ് പ്രേമത്തിന്റെ കാര്യം പറയണേ? നിങ്ങൾ പെണ്ണുങ്ങളാവുമ്പോൾ കുഴപ്പമില്ല, ഒന്ന് സംസാരിക്കും. ഞാൻ ഈ യൂണിഫോം മാറിയിട്ട് വരണതിനകത്ത് നീ അവളെ എങ്ങനെയെങ്കിലും ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് ഇതിന് മാറ്റണം. പക്ഷേ എൻ്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാ. കേട്ടോ? ചേച്ചി ചേച്ചി ചായ കിട്ടിയില്ല. എന്നല്ലേ ചേച്ചി കുട്ടിക്ക് ഒരു ഗൗരവം? ദേ നീ എൻ്റെ അടുത്ത് അധികം കൊഞ്ചാനൊന്നും പറയണ്ട കേട്ടാ. നിന്റെ മനസ്സിലിപ്പോൾ എന്താണെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലിരിപ്പ്? എനിക്ക് നിന്നോട് സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. എന്ത് പറ്റും പറ. നീ ഒന്ന് പോയിക്കട ഇറക്കാം. ചായ അവനോട് ഒരു 10 മിനിറ്റ് എടുക്കും. ചെല്ലു പോ, അവിടെ എങ്ങനെ പോയിരിക്കും. ഓഹോ, അങ്ങനെയാണെങ്കിലേ ഞാൻ ആ സത്യപാലൻ സാറിന്റെ വീട്ടിൽ നിന്ന് പോട്ടെ, ഒരാവശ്യമുണ്ട്. മുമ്പ് മീനുവിനെ വിളിച്ചപ്പോഴേ അവളാ പറഞ്ഞ നേരത്തെയല്ല. ഞാനിന്ന് പോയിട്ട് വരാം. നീ എങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞല്ലേ എന്നെ അപ്പുറത്തെ വീട്ടിൽ പോകും. എന്തിന്? എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ അത്യാവശ്യ കാര്യം? എന്റെ ചേച്ചി എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ആരോട്? മീനുവിന്റെ ഏട്ടനോട്. മീനുവിന്റെ ഏട്ടനോടാ? മീനിന്റെ ഏട്ടനോട് നിനക്ക് എന്താ ചോദിക്കാനുള്ളത്? ചേച്ചി എന്തിനാ അതൊക്കെ അറിയുന്നത്? എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ആരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഓഹോ, വന്ന് നിനക്ക് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയല്ലേ? എന്ന് മുതലാണോ നിനക്ക് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയത്? ഇച്ചായ ഒന്നിങ്ങോട്ട് വന്നേ. ഒരു പേഴ്സണൽ കാര്യോട്ട് വന്നേക്കുന്നത്. ഇവിടുന്ന് ഒരു സ്ഥലത്തോട്ടും പോകാൻ പറ്റൂല കേട്ടാ. എന്ന് പറഞ്ഞ എങ്ങനെയാ? എന്റെ കാര്യമല്ലേ, എനിക്ക് പറയണം. നീ ഒരു പുണ്ണാക്കും പറയുന്നില്ല. മര്യാദ കടങ്ങി ഒന്നെങ്കിൽ ഏതെങ്കിലും മുറി പോയിരുന്നോ? നിന്റെ തോന്നിയാസം ഒന്നും ഈ വീട്ടിൽ നടക്കൂലേ? എന്നാടി സംഭവം? ഇവനെ ഇച്ചായ അപ്പുറത്തെ വീട്ടിൽ പോണോന്ന്. എന്തിന്? എന്താ കാര്യം ഇച്ചാൻ അറിയാൻ പാടില്ലേ? എനിക്കെങ്ങനെ അറിയാനാ? എടാ എന്നാടാ പ്രശ്നം? എന്റെ അളിയ ഇതെന്റെ പേഴ്സണൽ കാര്യം. നമ്മളൊരു കുടുംബമായിട്ട് കഴിയല്ലേ, അപ്പം എല്ലാ കാര്യങ്ങളും നമുക്ക് പരസ്പരം സംസാരിക്കാമല്ലോ. നീ കാര്യം എന്താന്ന് വെച്ചാ പറയും. എന്റെ പൊന്നളിയ, ഇത് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഞാൻ ചോദിക്കേണ്ട കാര്യം ഞാൻ തന്നെ ചോദിക്കണ്ടേ അളിയ? അല്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ ആണുങ്ങളാന്ന് പറഞ്ഞു നടന്നിട്ട് എന്നാ കാര്യം? മോനെ കുട്ട ബെന്നി, അകത്ത് കയറി പോടാ. നീ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണോ? എന്റെ ചേച്ചി, ഞാനിത് ചെയ്തില്ലെങ്കിൽ ആ പേരുദോഷം ഉണ്ടാകാൻ പോകുന്നു. നിക്ക് ബെന്നി മോനെ, നമുക്ക് സമാധാനമായിട്ട് അകത്തിരുന്ന് സംസാരിക്കാം. നീ വാ. ഇതൊരു സമാധാന പ്രിയം വന്നിരിക്കുന്നു. മാറങ്ങോട്ട്. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോകാനാണ് പ്ലാനെങ്കിൽ സത്യമായിട്ട് ഞാൻ മേരി എന്നെ വിളിച്ചു പറയും. പറഞ്ഞോ, വിളിച്ചു തീരുമ്പോഴത്തേക്കും ഞാനിങ്ങ് വന്നേക്കാം. ഓക്കെ? അവനോട് പോവണ്ടെന്ന് പറയാൻ. ഇത്രയും നേരം ഞാൻ അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്, എന്നിട്ട് അവൻ പോയില്ലേ? നീ അവൻ പോയിട്ട് വരട്ടെ. അർച്ചൻ, നീ അവളോട് ചോദിച്ചാ? അവളിങ്ങോട്ട് വന്നാലല്ലേ ചോദിക്കാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? വെച്ച് താമസിപ്പിച്ചാലേ ആ വായി നോക്കി കയറി ഇങ്ങ് വരും. നീ പോയി ചോദിക്കും. ഹലോ, ആ വായി നോക്കിയാണെന്നാ തോന്നണം. അവനാണെങ്കിൽ ആർച്ച ചെയ്യുന്ന അവന്റെ അന്ത്യമായിരിക്കും. സത്യേട്ടാ, അത് ഇവിടെ വയ്ക്ക്. ഇതൊക്കെ എടുത്തോണ്ട് എങ്ങോട്ടാ പോകുന്നേ? കാര്യങ്ങൾ സമാധാനപരമായിട്ട് സംസാരിക്കേ. ചെല്ല് സത്യേട്ടാ. എന്താ? അല്ല, എനിക്കൊരു കാര്യം സംസാരിക്കണ്ടായിരുന്നു. നിനക്ക് സംസാരിക്കാനുള്ള എന്താന്നൊക്കെ എനിക്കറിയാം. അതിവിടെ നടക്കത്തില്ല. നീ പോവാൻ നോക്ക്. അങ്ങനെ പറയരുത്. ഈ കാര്യത്തിൽ ഏട്ടൻ എന്നെ സഹായിക്കണം. ഏട്ടന്? ആരാടാ നിന്റെ ഏട്ടൻ? ഈ നാട്ടിലുള്ള നാട്ടുകാരൊക്കെ എന്നെ സാറേന്നാ വിളിക്കണ. അല്ല, നമ്മൾ അതിന്റെ ആവശ്യമില്ലെന്നും പിന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി എന്നോട് മീനാക്ഷിയാ പറഞ്ഞു. അത് മീനാക്ഷി അല്ലല്ലോ തീരുമാനിക്കുന്നേ. മീനാക്ഷി, എന്താ ഏട്ടാ? നീ അവനോട് എന്നെ ഏട്ടാന്ന് വിളിക്കാൻ പറഞ്ഞു. പറഞ്ഞു. അത് നിനക്ക് വിളിക്കാനുള്ളതാ, അല്ലാതെ കണ്ട അലവലേതികൾക്ക് വിളിക്കാനുള്ളതല്ല. സത്യേട്ടാ എന്തൊക്കെയാ പറയുന്നേ? പിന്നെ അങ്ങനെ പറയാതിരിക്കും. ഇത്ര നാൾ അവിടെ നിന്ന് വായി നോട്ടായിരുന്നു. ഇപ്പൊ കയറി മുറ്റത്ത് വന്നേക്കാ അവൻ. എനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടാ ഞാൻ പോകും. നീ ഒരു പുല്ലും പറയണ്ട. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നൊക്കെ എനിക്കറിയാം. നീ സ്ഥലമിടാൻ നോക്ക്. എന്താ ഏട്ടാ ഇത്? വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? മീനാക്ഷി, ഇത് എന്റെ വീടാ. എന്റെ വീട്ടിൽ വരുന്നവരോട് എങ്ങനെ സംസാരിക്കണം, എന്ത് പറയണമെന്നൊക്കെ എനിക്കറിയാം. അതിൽ നീ ഇടപെടണ്ട കേട്ടോ. ബെന്നി, വെറുതെ ഒരു തർക്കം വേണ്ട. നീ പോവാൻ നോക്ക്. ചേച്ചി, ഞാൻ പറയാൻ വന്ന എന്നാന്ന് വെച്ചാൽ, നിന്നോടല്ലേ പറഞ്ഞത് ഒന്നും പറയണ്ടെന്ന്? ഞാനൊരു പോലീസുകാരനാണ്. പോലീസുകാരനോട് കളിച്ചാലുള്ള വിവരം അറിയാലോ.
അല്ല പോലീസുകാരനായതുകൊണ്ടാണ് ഞാൻ ചേട്ടൻ്റെ അല്ല സാറിൻ്റെ അടുത്ത് വന്നത്. അതെ, ഞാൻ ഇന്നലെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഓവർ സ്പീഡിന് പോലീസുകാരനെ കൈ കാണിച്ചു. അവൻ പറഞ്ഞ ലൈസൻസും മേടിച്ചോണ്ട് പോയി. ഇനിയിപ്പം ഫൈൻ അടച്ചാലേ ലൈസൻസ് തിരിച്ചു വരുവോളെന്നാ പറഞ്ഞത്. ഇപ്പം മീനാക്ഷിയെ വിളിച്ചപ്പം അവളാ പറഞ്ഞത് ചേട്ടനെ കണ്ട് നേരിട്ട് സംസാരിച്ചാൽ മതിയെന്ന്. ഏട്ടാ ഒന്ന് സഹായിക്കേട്ടാ. ഏട്ടൻ വിളിച്ചു പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. സ്റ്റേഷനിൽ പോയാൽ മതി, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. താങ്ക് യു ചേട്ടാ. അല്ല താങ്ക് യു സാറേ. പിന്നെ ഈ പരിചയത്തിന്റെ പേരിൽ ഇനിയും ഓരോ ആവശ്യം പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. ഇത് ഇവിടത്തോടെ അവസാനിച്ചു കേട്ടോ. ശരി ഡോക്ടറെ, ബെന്നി വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഇന്നലെ ഓവർ സ്പീഡിൽ വന്നപ്പോഴേ ബെന്നിയുടെ ലൈസൻസ് പോലീസുകാർ പിടിച്ചു വെച്ചു. അത് സത്യേട്ടനോട് തിരിച്ചു മേടിച്ചു കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി വന്നതാ. നിങ്ങൾ പേടിച്ചോ? പേടിച്ചു അല്ലേ? ഞാൻ പേടിച്ചില്ല. എനിക്ക് എന്റെ അനിയനെ അറിയാലോ അല്ലേ ഇച്ചായ?